ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നാദജ്യോതിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ കറണ്ട് എനർജി എന്താണ് എന്നുള്ളതാണ്. നിങ്ങൾ എന്താണ് ഇനി മുമ്പോട്ട് പ്രതീക്ഷിക്കേണ്ടത് ഈ റിലേഷൻഷിപ്പിൽ, ഏത് തരം റിലേഷൻഷിപ്പിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഈ പറയുന്ന കാര്യങ്ങൾ റെസണേറ്റ് ആവുന്നവർ മാത്രം ഈ മെസ്സേജ് എടുക്കുക, അല്ലാത്തവർക്കുള്ള മെസ്സേജ് വേറെ വരുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ആർക്കൊക്കെ റെസണേറ്റ് ആവുന്നോ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നിങ്ങളുടെ കറണ്ട് എനർജി നോക്കാം. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ കറണ്ട് എനർജി എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, ഞാൻ നിങ്ങളുടെ കറണ്ട് എനർജി എടുക്കാൻ നോക്കുകയാണ്. എല്ലാവരും കാർഡ്സുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാവരും യൂണിവേഴ്സിന് താങ്ക്സ് പറയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട കറക്റ്റ് മെസ്സേജ് കാണിച്ചു തരണം എന്ന് യൂണിവേഴ്സിനോട് നിങ്ങൾ പറയുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാർഡ് എടുക്കാനായിട്ട് പോവാണ്. നിങ്ങളുടെ കറണ്ട് എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾ ആരെയും ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ആരെയും നിങ്ങൾ ശ്രദ്ധിക്കുകയാണ്. എന്താണ് അവർ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ എനർജി എന്ന് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളൊരു സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി ഒക്കെ അന്വേഷിക്കുന്ന ഒരാളാണ്. ദാറ്റ് മീൻസ് നിങ്ങൾ കുറച്ച് ഗ്രൗണ്ടിങ്ങിലാണ്. നിങ്ങൾ സ്റ്റെബിലിറ്റി വേണം. ഏതൊരു റിലേഷൻഷിപ്പ് ആയിരുന്നാൽ പോലും നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി ആഗ്രഹിക്കുന്ന ഒരാളാണ്. വെറുതെ ഒരു റിലേഷൻഷിപ്പ് വന്നിട്ട് പോകാൻ ഉള്ള മീൻസ് സമയം കളയാൻ, ടൈം പാസിന് വേണ്ടി ഒരു റിലേഷൻഷിപ്പ് നോക്കുന്നവരല്ല നിങ്ങൾ. സീരിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വാച്ച് ചെയ്യുകയാണ് നിങ്ങളുടെ പാർട്ട്ണറെ. ആളെങ്ങനെയാണ്, മീൻസ് അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി തരാൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഒരു സെക്യൂരിറ്റി തരാൻ കഴിവുള്ള ആൾ തന്നെയാണോ ആ വ്യക്തി എന്ന് നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആളാണോ എന്ന് അന്വേഷിക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് നിങ്ങളുടേതായിട്ട് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടത് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് സ്റ്റേബിൾ ആയിരിക്കണം. ഒരു സ്റ്റേബിൾ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. നിങ്ങളോടൊപ്പം ഒരുമിച്ച് ഗ്രോ ചെയ്യാൻ കഴിവുള്ള ഒരാളെ തന്നെ നിങ്ങൾക്ക് പാർട്ട്ണറായിട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്നത്. തീരെ ടൈം പാസ് അല്ല, വളരെ മെച്യൂർഡായിട്ടുള്ള നല്ല എനർജിയാണ്. അതുകൊണ്ട് തന്നെ മറ്റേ ആളെ നിങ്ങൾ നിരീക്ഷിക്കുകയാണ്. ആൾ എനിക്ക് ചേർന്ന ആൾ തന്നെയാണോ എന്ന് നിരീക്ഷിക്കുകയാണ്. പിന്നെ നിങ്ങൾ കുറച്ച് സെൽഫ് അബ്സോർബ്ഡ് ആയിട്ടുള്ള ഒരാളാണ് എന്ന് തോന്നുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് പാസ്റ്റിൽ നിന്ന് കുറച്ച് മുറിവുകളൊക്കെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം, ഹർട്ടൊക്കെ വന്നു. അതുകൊണ്ടായിരിക്കണം നിങ്ങൾ സ്റ്റെബിലിറ്റി അന്വേഷിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ പാസ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ട്രസ്റ്റ് ഇഷ്യൂയോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ അവരെ നിരീക്ഷിക്കുന്നത്. ഓക്കെ ആണോ, എൻ്റെ സെലക്ഷൻ കറക്റ്റ് തന്നെയാണോ, ഇനിയും വിശ്വസിച്ച് മുന്നോട്ട് പോകാമോ എന്നൊക്കെയുള്ളൊരു സംശയത്തിൽ നിങ്ങൾ പോകുന്നതായിട്ട് എനിക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് സെൽഫ് അബ്സോർബ്ഡ് ആയിട്ടുള്ളൊരു മാനർ കൂടിയാണ് നിങ്ങൾക്ക് ഉള്ളത് എന്ന് എനിക്ക് കാണാനായിട്ട് ഇവിടെ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നിങ്ങളുടെ പാർട്ട്ണറുടെ എനർജി എന്താണെന്ന് നോക്കാം. ഇത് റെസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മുമ്പോട്ട് വീഡിയോ കാണുക. എങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് റെസണേറ്റ് ആവും. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ എനർജിയാണ് പറഞ്ഞത്. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ എൻ്റെ എനർജി കറക്റ്റാണോ എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ നിങ്ങളുടെ പാർട്ട്ണറുടെ എനർജി, ഇനി വരാൻ പോകുന്ന നിങ്ങളുടെ പാർട്ട്ണറുടെ എനർജി ആയിരിക്കും. അപ്പോൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ പാർട്ട്ണറുടെ എനർജി ഇവിടെ കൊണ്ടുവരാനായിട്ട്. നിങ്ങളുടെ പാർട്ട്ണർ ആരാണോ, നിങ്ങൾ സ്നേഹിക്കുന്ന ആരാണോ ആ വ്യക്തിയെ നിങ്ങൾ ഈ നിമിഷം മനസ്സിൽ നല്ലതുപോലെ വിചാരിക്കും. ഓക്കെ, ആളുടെ മുഖം വിചാരിച്ചാലും മതി. അപ്പോൾ നിങ്ങൾക്ക് ആളുടെ എനർജി എന്താണ് ഈ റിലേഷൻഷിപ്പിലെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സത്യം പറഞ്ഞാൽ അവർ ഈ പറഞ്ഞ പോലെ സംശയമൊന്നുമില്ല. അവർക്ക് നിങ്ങളോട് ഭയങ്കര ഒരു ഇഷ്ടമാണ്. നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന വളരെ ഹാപ്പി ആയിട്ട്, നിങ്ങളോട് കൂടെ ഇരിക്കുന്ന ഭയങ്കര ഹാപ്പിനെസ് അവർക്ക് കിട്ടുന്നുണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. സോ അവർ ഭയങ്കര ഹാപ്പിയാണ് നിങ്ങളോടൊപ്പം സമയം ചിലവഴിക്കുന്നതിൽ. കുറച്ച് പ്ലേഫുള്ളായിട്ടുള്ള ആളാണ് അല്ലേ? കുറച്ച് തമാശ, ഹ്യൂമർ സെൻസ് ഒക്കെ ഉണ്ടാവും. കുറച്ച് കുട്ടികളെയൊക്കെ നിങ്ങളോട് കാണിക്കുന്ന, കുറച്ച് അമിത സ്വാതന്ത്ര്യമൊക്കെ എടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം നിങ്ങളുടെ പാർട്ട്ണർ എന്ന് എനിക്കിവിടെ കാണാൻ പറ്റുന്നു. നിങ്ങളോട് കൂടി ഇരിക്കുന്നതും അവർക്ക് സ്വർഗത്തിലിരിക്കുന്ന ഒരുപോലെയാണെന്ന് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ആത്മാർത്ഥമായിട്ടൊരു സ്നേഹമുണ്ട് എന്ന് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും.
അവർ ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എന്താ പറയുക, നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങളെ അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളായിട്ട് കാണുന്നു. ആക്ച്വലി വളരെ പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. നിങ്ങൾ ഈ സംശയത്തിൻ്റെ ആവശ്യമൊന്നും ഇനിയില്ല. നിങ്ങളുടെ കുറച്ച് ഈ സെൽഫ് അബ്സോർബ്ഡ് മാനറൊക്കെ ഒന്ന് മാറ്റിയാൽ മതി. നിങ്ങൾ പുറകെ നടന്നിങ്ങനെ വാച്ച് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ അവരെ സംശയിക്കേണ്ട ഒരു ആവശ്യമില്ല. അവർ ഭയങ്കര സന്തോഷവാൻ അല്ലെങ്കിൽ സന്തോഷവതിയാണ് നിങ്ങളോടൊപ്പം. രണ്ടുപേരും കുറച്ച് ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ആളാണ്. സോ അതുകൊണ്ടായിരിക്കും അവർ ഭയങ്കര പ്ലേഫുൾ ഒരു മാനർ, കുട്ടികളിയൊക്കെ കാണിക്കുന്ന ഒരു ലൈറ്റ് ഹാർട്ടഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അവരുടെ ഹാർട്ടിനെ ബ്രേക്ക് ചെയ്യരുത്. ഓക്കെ, പാസ്റ്റിൽ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചോ അത് കഴിഞ്ഞു. പാസ്റ്റ് ഈസ് പാസ്റ്റ്, നോ മോർ. അതിൽ നമ്മൾ കുറച്ച് ലെസൺസ് പഠിക്കുക എന്നല്ലാതെ പാസ്റ്റിനെ പിന്നെ നമ്മൾ കെട്ടിപ്പിടിച്ചിരിക്കേണ്ട കാര്യമില്ല. അതിൽ പാഠം പഠിച്ചു, അത് കഴിഞ്ഞു, ആ ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, സോ ഇനി പുതിയതിലോട്ട് കടക്കുമ്പോൾ പഴയ മുറിവുകൾ കൊണ്ട് നിങ്ങൾ കടക്കരുത്. നിങ്ങളെയും ഹർട്ട് ചെയ്യും, മറ്റേ ആളെയും ഹർട്ട് ചെയ്യും. സോ ആ ഒരു അവസ്ഥയിലോട്ട് വരാതിരിക്കാൻ നോക്കുക. ആൻഡ് അവർ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആണ്, നിങ്ങളുമായിട്ട് വളരെ ഹാപ്പിയാണ് എന്നാണ് ഇതിൽ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അവർ നിങ്ങളുടെ മെസ്സേജസിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങളിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കാതെ അവർക്ക് മെസ്സേജ് അയക്കാൻ പറ്റുമെങ്കിലും മെസ്സേജ് അയക്കുക. അവർ തീർച്ചയായിട്ടും റിപ്ലൈ തരും. നിങ്ങളോട് സംസാരിക്കാൻ ഭയങ്കര എന്താ പറയുക, കാത്തിരിക്കുകയാണ് അവർ. നിങ്ങളുടെ സംസാരം അവർക്ക് കേൾക്കണം. ഒരു തരത്തിൽ നിങ്ങളോട് ചെറിയൊരു അഡിക്ഷനുള്ള പോലെ കാണിക്കുന്നുണ്ട്. ഒരു അഡിക്ഷൻ ഉണ്ടോ, കുറച്ച് ഒബ്സസ്ഡ് ആയിരിക്കും. സോ എന്താ പറയുക, അവർ നിങ്ങളോട് അത്രയും എന്താ പറയുക, അത്രയും സ്നേഹത്തോടെ തന്നെയാണ് നിൽക്കുന്നത്. അവർക്ക് നിങ്ങൾ തന്നെയാണ് അവരുടെ ഒരു വേൾഡ് എന്ന് കാണിക്കുന്നുണ്ട്. അവർ നിങ്ങൾക്ക് വേണ്ടി ചേഞ്ച് ചെയ്യുകയാണ് അവരുടെ സ്വഭാവത്തിൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ തന്നെ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അവർ. നിങ്ങളൊരു ഹായ് പറഞ്ഞാൽ തിരിച്ചൊരു 10 മെസ്സേജ് തിരിച്ചു വരും. ആ ഒരു രീതിക്കാണ് അവരിയ്ക്കുന്നത്. സോ അവർ ഭയങ്കര ഹാപ്പിയാണ് നിങ്ങളോടൊപ്പം. ഓക്കെ, സംശയിക്കാനൊന്നും ഈ റിലേഷൻഷിപ്പിലൊന്നുമില്ല. ആവശ്യമില്ല നിങ്ങൾ സ്റ്റക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നേരിട്ട് സംസാരിച്ചോളൂ. ഇനി അഥവാ ഇത് നിങ്ങളുടെ ക്രഷ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ വളരെ കാലമായിട്ട് നിങ്ങൾ ഫ്രണ്ട്ഷിപ്പിൽ ഇരിക്കുകയാണ്, പക്ഷേ നിങ്ങൾക്കിപ്പോൾ അതൊരു റിലേഷൻഷിപ്പായിട്ട് മാറ്റാൻ താല്പര്യമുണ്ട്, പക്ഷേ സംസാരിക്കാൻ നിങ്ങൾക്ക് പേടിയുണ്ട്, അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ധൈര്യമായിട്ട് അപ്രോച്ച് ചെയ്തോളൂ. അവർ നിങ്ങളോടൊപ്പം വളരെ ഹാപ്പിയാണ്, അല്ലെങ്കിൽ വളരെ സന്തോഷവതിയാണ്, അല്ലെങ്കിൽ സന്തോഷവാനാണെന്നാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് നോക്കാം. ഓക്കെ, എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്നാണ് ഞാൻ അടുത്ത് നോക്കാനായിട്ട് പോകുന്നത്. അടുത്ത് നിങ്ങൾക്ക് എന്ത് എക്സ്പെക്റ്റ് ചെയ്യാം ഈ റിലേഷൻഷിപ്പിൽ, എന്താണ് ഇനി വരാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, വാവ്, സെലിബ്രേഷൻ വരാൻ പോവാണ്. ഓക്കെ, വളരെ സന്തോഷിക്കാനുള്ള എന്തോ ഒരു വക, ചിലപ്പോൾ ഒരു മാരേജിലോട്ടൊക്കെ നിങ്ങൾ പോകുന്ന ഒരു എനർജി ആയിട്ടും കാണാൻ പറ്റുന്നത്. ചിലർക്കെങ്കിലും ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനും ഉണ്ട്. ദാറ്റ് മീൻസ് ചിലർക്കിത് സന്തോഷം, ഹാപ്പിനെസ്, ഇനി ചിലപ്പോൾ ഒരു എൻഗേജ്മെൻറ്റോ കല്യാണത്തിലേക്കുള്ള ഒരു അടുത്ത പടിയോ ഒക്കെ ആയിട്ട് പോവാം. ചിലർക്കൊരു തേർഡ് പാർട്ടി എൻ്റർ ചെയ്യാൻ കൂട്ടുകാരോ ആരെങ്കിലും ഇടയിൽ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് നിങ്ങൾ അവെയർ ആയിട്ടിരിക്കുക. ആര് വന്ന് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കിയാലും നിങ്ങളുടെ മനസ്സ് മാറ്റരുത്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ആൾ എത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ മറ്റൊരാളുടെ ഇടയ്ക്കറിൽ വന്ന് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ, അത് ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ, ആര് വന്ന് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്താലും നിങ്ങളുടെ മൈൻഡ് മാറ്റാതിരിക്കാൻ ഒരു അലർട്ടും കൂടിയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഒരു സെലിബ്രേഷൻ വരുന്നുണ്ട്, അതുപോലെ കുറച്ച് അലർട്ടായിട്ടിരിക്കുക. മാനിപ്പുലേറ്റ് ചെയ്യാൻ ആരെയും സമ്മതിക്കരുത്. ഓക്കെ, പിന്നെ എന്താണെന്ന് നോക്കാം നമുക്കടുത്തത്. ടു ഓഫ് കപ്സ്, സോൾമേറ്റ്, നിങ്ങളുടെ സോൾമേറ്റ് ആണത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു കപ്പ് ഓഫർ ചെയ്യാൻ പോവാം. ഞാൻ പറഞ്ഞല്ലോ, അവർ നിങ്ങളുടെ മെസ്സേജസിന് വേണ്ടി കാത്തിരിക്കുകയാണ്. സോ നിങ്ങൾ അങ്ങോട്ടൊരു കപ്പ് കൊടുത്താൽ അവർ തിരിച്ചിങ്ങോട്ടൊരു കപ്പ് തരും എന്ന അവസ്ഥയിലിരിക്കുകയാണ്. സോ നിങ്ങളെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സോൾമേറ്റാണ് നിങ്ങളെന്നിവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ സോൾമേറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ സന്തോഷം ഈ ബന്ധത്തിൽ ഇനി മുന്നോട്ട് പ്രതീക്ഷിക്കാം. വളരെ സെലിബ്രേഷനും ഹാപ്പിനെസ്സും ഒക്കെ നിങ്ങൾക്ക് വരാനായിട്ട് പോവുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ. സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അത് മാത്രം നോക്കിയാൽ മതി. പഴയ മുറിവ് എടുത്തു വെച്ചുകൊണ്ടിരിക്കരുത്. അതുപോലെ മൂന്നാമതൊരാളെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കരുത്. അത് മസ്റ്റാണ്. മൂന്നാമതൊരാളെ കയറുമ്പോഴാണ് പല നല്ല റിലേഷൻഷിപ്പും ഇല്ലാതായി പോകുന്നത്. മാനിപ്പുലേറ്റ് ചെയ്യാൻ ആരെയും സമ്മതിക്കരുത്. ഓക്കെ, അങ്ങനെ നിൽക്കുക. ഇത് നിങ്ങളുടെ സോൾമേറ്റ് ആണ്.
നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ്, നിങ്ങളുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് വേണ്ടി കാത്തിരിക്കുകയാണ്, ഒരു റിലേഷൻഷിപ്പ്, ഒരു കല്യാണത്തിനൊക്കെ ആയിട്ട് മനസ്സിൽ കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഫ്യൂച്ചറാണ് നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നത്. സോ അതിനെ ആവശ്യമില്ലാതെ ഇല്ലാതാക്കി കളയരുത് എന്നൊരു മെസ്സേജ് കൂടെ യൂണിവേഴ്സ് തന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ റെസണേറ്റ് ആയിട്ടുള്ളവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു യൂണിവേഴ്സ് എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇതിൻ്റെ അടുത്ത റീഡിങ് എന്തെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുണ്ട്, കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ മെസ്സേജ് കൂടെ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു നല്ല റിലേഷൻഷിപ്പ് ഫ്യൂച്ചർ ഉണ്ടാവാനായിട്ട് ഞാൻ ദൈവത്തിനോട് ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.